ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ് നവകേരള സൃഷ്ടിക്കായി. ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെന്ന് വെച്ചാൽ നവോത്ഥാനമാണ് ഇന്നത് പഠിക്കുന്നത്. PSC എക്സാമിനൊക്കെ നവോത്ഥാനം വരുന്നതല്ലേ. അപ്പോൾ പുസ്തകം മാറിയാലും കണ്ടന്റ് ഒന്നും മാറുന്നില്ല. പുതിയ ടെക്സ്റ്റിലും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? നാടുവാഴി നിൽക്കുകയാണ്, അതുപോലെ തന്നെ എന്തോ ഒരു വിളംബരമൊക്കെ ചെയ്യുകയാണ്. നോക്കിക്കേ, ഈ മരത്തിൻ്റെ പുറകിൽ ഒരു കുട്ടി ഒളിഞ്ഞു നിൽപ്പുണ്ടല്ലേ. എന്താ അങ്ങനെ നിൽക്കുന്നത്? നമുക്ക് ഈ വരി ഒന്ന് വായിച്ചു നോക്കാം. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. എന്താ പറയുന്നത്? പഴയ കാലത്ത് നമുക്കറിയാം ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടായിരുന്നല്ലേ. തൊട്ടുകൂടാനോ തീണ്ടിക്കൂടാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ നാടുവാഴിയൊക്കെ വരുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ പോലും, അതായത് എന്താണ്, അപ്പർ ക്ലാസ്സുകാരുടെ ദൃഷ്ടിയിൽ പോലും താഴ്ന്ന ജാതിക്കാർ പോയി നിൽക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് മഹാകവി കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. കേരളത്തിൽ അന്ന് ഒരുപാട് ദുരാചാരങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ടവയാണ് ജാതി വിവേചനം, ശൈശവ വിവാഹം, പിന്നെന്താണ്, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അടിമത്തം തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേക സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു. വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ തുടങ്ങി പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു. എങ്ങനെയാണ്? വസ്ത്രം, ജോലി, പാർപ്പിടം, ഭാഷ, പേര് തുടങ്ങിയതിൽ. കൂടാതെ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല. ഇത്തരം സാമൂഹികാവസ്ഥ നിലനിന്നിരുന്നുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പോൾ എന്താണ്? കേരളത്തിലെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നല്ലേ. ആ സമയത്ത് നമുക്കറിയാം, നമ്മളിന്ന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നു, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നു, ഇഷ്ടമുള്ള പോലെ വീട് വെച്ച് താമസിക്കുന്നു, നമുക്കിഷ്ടമുള്ള ഭാഷ നമ്മൾ സംസാരിക്കുന്നു, ഇഷ്ടമുള്ള പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ലായിരുന്നു. ഇന്ന് എന്താണ്, നമുക്ക് ഇക്വാലിറ്റി ഉണ്ടല്ലേ, സ്ത്രീക്കും പുരുഷനും ഇക്വാലിറ്റി ഉണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അത് ഇല്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേരളത്തിൽ നിലനിന്നിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇങ്ങനെയായിരുന്നു. നമ്മൾ ഇന്ത്യയുടെ കാര്യം പഠിച്ചായിരുന്നല്ലോ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് കേരളത്തെക്കുറിച്ചാണ്. അപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്നാരാ വിളിച്ചത്? സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയ്ക്കെതിരെ രൂപം കൊണ്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ ഇതേ കാലഘട്ടത്തിൽ കേരളത്തിലും നിരവധി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അപ്പോൾ അത്തരം മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. അയിത്തത്തിനെതിരെ കിണറുകൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ആര്? വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. അത് നോട്ട് ചെയ്യണേ. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു. അപ്പോൾ സവർണ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ എന്ത് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ? ആ ഒരു കിണറിൽ നിന്ന് വെള്ളം കോരാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താഴ്ന്ന ജാതിക്കാരെന്ന് കരുതപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്നവർക്ക് കിണറിൽ നിന്ന് വെള്ളം കോരാൻ അവകാശമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെതിരെ വെല്ലുവിളിക്കാൻ വേണ്ടി അദ്ദേഹം കിണർ കുഴിച്ച് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാമെന്ന് പറഞ്ഞു. ഇനി എന്താ പറയുന്നത്? ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച്
പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സംബന്ധി ഭോജനം സംഘടിപ്പിച്ചു. സംബന്ധി ഭോജനം ആരുടേതാണ്? വൈകുണ്ഠസ്വാമിയുടേതാണ്. അത് ഓർത്തു വെക്കണേ. ഓക്കെ. അപ്പോൾ അയിത്തത്തിനെതിരെ കിണർ കുഴിച്ചു. പിന്നെന്താണ്? സംബന്ധി ഭോജനം. ഇനി എന്താ പറയുന്നത്? മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. സമത്വ സമാജം ആരുടേതാണ്? വൈകുണ്ഠസ്വാമിയുടേതാണ്. അതും ഓർത്തു വെക്കണം. ഓക്കെ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാനാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. അപ്പോൾ ചാനാർ ലഹള എന്ന് പറഞ്ഞ് നമുക്ക് എക്സാമിന് വരാറുണ്ട്. അത് ഒന്നുകിൽ അയ്യങ്കാളി കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമി കൊടുക്കാറുണ്ട്. അപ്പോൾ വൈകുണ്ഠസ്വാമി എന്ന ഓപ്ഷൻ വരുന്നതിൽ അയ്യങ്കാളി കാണത്തില്ല, അയ്യങ്കാളി വരുന്നതിനകത്ത് വൈകുണ്ഠസ്വാമിയും കാണത്തില്ല. ഓക്കെ. അപ്പോൾ ചാനാർ ലഹളയ്ക്ക് അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നോക്കിക്കേ, തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാൻ അവകാശമില്ലായിരുന്നു. അതുപോലെ തന്നെ മേൽമുണ്ട് ധരിക്കാനും അവകാശമില്ലായിരുന്നു. അപ്പോൾ ഇതിന് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആര് മുന്നോട്ട് വന്നായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. ഓക്കെ. ഇനിയും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, വേല ചെയ്താൽ കൂലി കിട്ടണം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. അത് ഓർത്തോണേ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺ നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇത് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വെൺ നീച ഭരണം അതാര് പറഞ്ഞതാണ്? വൈകുണ്ഠസ്വാമികൾ. ഓക്കെ. വിദ്യയും വിത്തവും. ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഓർത്തു വെക്കണം, തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ് ആര് ജനിച്ചത്? ചട്ടമ്പിസ്വാമികൾ ജനിച്ചത്. അത് എക്സാമിന് വരും. ഓക്കെ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പിസ്വാമികൾ വാദിച്ചു. അപ്പോൾ താഴ്ന്ന ജാതിപ്പെട്ടവർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അതുപോലെ തന്നെ നല്ല വഴിയിലൂടെ അല്ലേ, അതായത് എന്താണ്, അപ്പർ ക്ലാസ് വരുന്ന വഴിയിലൂടെ ഒന്നും സഞ്ചരിക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലായിരുന്നു. അപ്പോൾ അവർ വരികയാണെങ്കിൽ പോലും അത് തെറ്റായിരുന്നു എന്നാണ് ഉയർന്ന ജാതിക്കാരെ, അതായത് സവർണ ജാതിക്കാർ കരുതിയിരുന്നത്. അങ്ങനെയൊക്കെ നടന്നാൽ അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അവർക്ക് നിഷേധിച്ചിരുന്നു. അപ്പോൾ അത് അനുവദിക്കണമെന്ന് ചട്ടമ്പിസ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ മിശ്രഭോജനം ആരുടേതാണ്? ചട്ടമ്പിസ്വാമികളുടേതാണ്. സംബന്ധി ഭോജനം ആരുടെയാണ്? വൈകുണ്ഠസ്വാമിയുടേതാണ്. തിരിഞ്ഞു പോകരുത്. മിശ്രഭോജനം ആരുടേതാണ്? ചട്ടമ്പിസ്വാമികൾ. ഓക്കെ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പിസ്വാമികൾ എതിർത്തു. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. എക്സാമിന് ചോദിക്കും. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരുന്നതാണ്. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. ഇനിയും ഈ കൃതികൾ ഓർത്തു വെക്കണം. വേദാധികാര നിരൂപണം, അതുപോലെ തന്നെ പ്രാചീന മലയാളം. ഇത് ചോദിക്കാറുണ്ട്. ഒരുമിച്ചും ചോദിക്കും, ഓരോന്നായിട്ടും ചോദിക്കും. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഇത് ആരുടേതാണ്? ചട്ടമ്പിസ്വാമികളുടേതാണ്. ഓക്കെ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ്? ചട്ടമ്പിസ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. എക്സാമിന് അതും ചോദിക്കുന്നതാണ്. ജാതിമത ചിന്തകൾക്കതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. ജാതിമത ചിന്തകൾക്കതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. അദ്ദേഹം സമാധിയായത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം സമാധിയായത്. ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പറയുന്നത് നോക്കി. അദ്ദേഹത്തിന് ആ പേര് വന്നത് എങ്ങനെയാണ്? ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? അയ്യപ്പൻ എന്നായിരുന്നു. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. ചട്ടമ്പി എന്ന പേര് വന്നത് എങ്ങനെയാണ്? ആ ക്ലാസ്സിലെ നിയന്ത്രണം ആരുടെ കയ്യിലായിരുന്നു? ചട്ടമ്പിസ്വാമികളുടെ കയ്യിലായിരുന്നു.
അപ്പോൾ ക്ലാസ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത്. ഓക്കെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇത് പറഞ്ഞത് ആരാണ്? ഇത് നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ മുഖ്യ കാഴ്ചപ്പാടുകളാണ്. ഓക്കെ. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. സർവമത സാഹോദര്യത്തിനു വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു. ആലുവായിൽ അദ്ദേഹം വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ ഗുരു ഇങ്ങനെ കുറിച്ചുവെച്ചു. എങ്ങനെയാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം. അപ്പോൾ ആലുവ സമ്മേളനത്തിൽ അദ്ദേഹം കുറിച്ചത് എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഓർത്തു വെക്കണം, ആലുവ സമ്മേളനം. ഓക്കെ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. അപ്പോൾ ഓർത്തു വെക്കണം, ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. ഓരോ പോയിന്റും പ്രധാനപ്പെട്ടതാണ്. അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണങ്ങളിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു. ഈ പോയിന്റ് ഓർത്തു വെക്കണം, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സംശയം വരും, ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന്. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. കുറേ പോയിന്റ് വന്നിട്ട് ഒരു പോയിന്റ് തരും. വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും, വന്നിട്ടുണ്ട്. അക്കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരട്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. എക്സാമിന് ചോദിക്കുന്നതാണ് പുളികുടി, തിരട്ട് കല്യാണം, താലികെട്ട് കല്യാണം. ഓക്കെ. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ചു. ഗുരുസന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ട ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പം അത് ഓർക്കണം, 1903 SNDP സ്ഥാപിച്ചത്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. അതുപോലെ തന്നെ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം എന്നിവ ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. ഇതും എക്സാമിന് ചോദിക്കും. ഓക്കെ. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു? ശ്രീനാരായണ ഗുരു ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിക്കും നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, വൈകുണ്ഠസ്വാമി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം കൂടുതലും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? ശ്രീനാരായണ ഗുരു. അതുകൊണ്ടാണ് നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് പിന്നീട് ആരറിയപ്പെടുന്നത്? ശ്രീനാരായണ ഗുരു അറിയപ്പെടുന്നത്. ഓക്കെ. വിദ്യാലയം, പ്രധാന ദേവാലയം. ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകൾ ജാതിവ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു. അരിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുഖ ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. എക്സാമിന് ചോദിക്കുന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു. എന്താണ്? ഇത് പഠിച്ചു വെക്കണം. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഓക്കെ. വിദ്യാഭ്യാസം, സാമൂഹ്യ മൂലധനം. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്താനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം 1904
അധസ്ഥർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. ഈ പറയുന്ന പോയിന്റ് ഓർത്തു വെക്കണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഈ പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരുടേതാണ്? അയ്യങ്കാളിയുടേതാണ്. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധന എന്നിവ ഈ സംഘടനകളുടെ ലക്ഷ്യങ്ങളായിരുന്നു. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ഇത് നോട്ട് ചെയ്യണേ. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു. വില്ലുവണ്ടിയിലെ ചരിത്രയാത്ര. 1893 വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു. അധസ്ഥരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ചു. അടുത്തത് കല്ലുമാല സമരം. അപ്പോൾ വില്ലുവണ്ടി സമരവും അതുപോലെ തന്നെ കല്ലുമാല സമരവും ഒക്കെ ആരുടെയാണ്? അയ്യങ്കാളിയുടേതാണ്. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴായ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. കല്ലുമാല സമരം അയ്യങ്കാളിയുടേതാണ്. മാറ്റങ്ങൾ തൂലികയിലൂടെ. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചവരിൽ പ്രമുഖനായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കാഴ്ചപ്പാടാണിത്. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. ഇത് എക്സാമിനൊക്കെ ചോദിക്കും. അപ്പോൾ വീണ്ടും പറയുകയാണ്, ബുള്ളറ്റ് ഇട്ട് ഇങ്ങനെ തരുന്നതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം ടെക്സ്റ്റിലേത്. കാരണം അതുപോലെ കോപ്പി ചെയ്ത് എക്സാമിന് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു. കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ച് പ്രവർത്തിച്ചു. അറിവിന്റെ വെളിച്ചം പകരാൻ ഇത് പഠിച്ചു വെക്കണം. മുസ്ലിം, അൽ ഇസ്ലാം എന്നീ മാസികകളും സ്വദേശാഭിമാനി പത്രം ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അതും ഓർത്തു വെക്കണം. ഓക്കെ. സ്വദേശാഭിമാനി പത്രം. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതിയുടെയും അനീതികളുടെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം 1910 പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുകയും ചെയ്തു. പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് ആര് സ്വീകരിച്ചിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ അത് ഓർത്തു വെക്കണം. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന്. അതുപോലെ തന്നെ എന്താണ്, സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു? രാമകൃഷ്ണപിള്ളയായിരുന്നു. ഓക്കെ. പ്രതിഷേധം പാട്ടിലൂടെ. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഈ വരികളൊക്കെ ആരുടേതാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റേതാണ്. ഒരു ജനതയുടെ അടിമ അനുഭവങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അമർഷങ്ങളും ഉൾക്കൊള്ളിച്ചിരുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്.
അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവിപേരൂരിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? തിരുവല്ലയിലെ ഇരവിപേരൂര്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അത് ഓർക്കണം, പൊയ്കയിൽ അപ്പച്ചൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവന്റെയാണ്. സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശ്രീ കുമാരഗുരുദേവൻ 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ഇത് നോട്ട് ചെയ്യണേ. യുദ്ധവിരുദ്ധ ജാഥ. 1-ാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ശ്രീ കുമാരഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി. സമാധാനം, ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത്. ഈ സമാധാന ജാഥയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ. ഏകദൈവവിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അപ്പോൾ ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റേതാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, ചേരുംപടിയൊക്കെ ചേർക്കാൻ വേണ്ടി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി. അതും പ്രധാനപ്പെട്ട പോയിന്റ്. സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ കഷ്ടതകളും അവശതകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതായിരുന്നു. നമ്പൂതിരി സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുക്കപ്പെട്ടു. തൊഴിലെടുക്കുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സവർണരിൽ നിന്നാണ് ചൂഷണവും സാമൂഹ്യ വിവേചനവും അനുഭവിക്കേണ്ടി വന്നത്. സ്ത്രീകൾ നേരിട്ട ഇത്തരം ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കും അസമത്വത്തിനുമെതിരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി. നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്ത ചാന്നാർ ലഹള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരവും കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ കണ്ടകൈ കുഞ്ഞക്കാമ്മയുടെ നേതൃത്വത്തിൽ നടന്ന മേച്ചിൽപ്പുൽ സമരവും സ്ത്രീകളായിരുന്നു നയിച്ചത്. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള വി.ടി. ഭട്ടതിരിപ്പാട്, എം.ആർ. ഭട്ടതിരിപ്പാട് മുതലായവർ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. വി.ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടി. അപ്പോൾ വി.ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അതുപോലെ തന്നെ പ്രേംജിയുടെ ഋതുമതി, അത് ഓർക്കണേ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനിമംഗലം എന്നിവർ. സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനുമെതിരായും കൂലി കൂടുതൽ, വസ്ത്രധാരണം എന്നിവയ്ക്കും വേണ്ടി പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും രൂപപ്പെട്ടു. ഇത് സ്ത്രീ പുരുഷ സമത്വത്തിലധിഷ്ഠിതമായ ആധുനിക ജനാധിപത്യ കാഴ്ചപ്പാടിന്റെ രൂപീകരണത്തിന് സഹായകമായി. മിഷണറി പ്രവർത്തനങ്ങൾ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതായിരുന്നു. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും അവരുടെ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു. ഈ വിദ്യാഭ്യാസ മുന്നേറ്റം കേരളത്തിൽ സാമൂഹികമായ ഉണർവിന് പ്രചോദനമേകി. കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തനുണർവ് സൃഷ്ടിച്ച മറ്റ് പരിഷ്കർത്താക്കളായിരുന്നു സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ,
സനാഉള്ള സയ്യിദ് മക്തി തങ്ങൾ മുതലായവർ. സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതിവ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ഇവർ ജനങ്ങളെ ബോധവൽക്കരിച്ചു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു. സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം മാനവമൈത്രി സന്ദേശം പ്രചരിപ്പിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ആർജിച്ച പുരോഗതിയാണ് കേരളത്തിലെ പിൽക്കാല വളർച്ചയെ മുന്നോട്ട് നയിച്ചത്. ഈ പരിഷ്കരണ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു. തൊഴിൽ, പേര്, പാർപ്പിടം, വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നുവന്നു. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന തിരിച്ചറിവ് രൂപപ്പെട്ടു. ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെയും സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു. കണ്ടകൈ മേച്ചിൽപ്പുൽ സമരം. കുടിലുകൾ മേയാനും വിറകായും ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം പുല്ലുകൾ അരിഞ്ഞെടുക്കാനുള്ള അവകാശം ജന്മിമാർ നിഷേധിച്ചതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ കണ്ടകയിൽ 1946 നടന്ന സമരമാണ് കണ്ടകൈ മേച്ചിൽപ്പുൽ സമരം. പി.കെ. കുഞ്ഞക്കാമയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ മലബാർ സ്പെഷ്യൽ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയുണ്ടായി. പോലീസുകാർ നശിപ്പിച്ച പാത്രങ്ങളും മറ്റു വീട്ടുസാധനങ്ങളുമായി സമരക്കാർ ജന്മിയുടെ വീട്ടിലേക്ക് നടത്തിയ ജാഥ കലംകെട്ട് ജാഥ എന്നറിയപ്പെടുന്നു. ജാഥയായി എത്തിയ സമരക്കാർ ഉടഞ്ഞ കലങ്ങളും വീട്ടുസാധനങ്ങളും ജന്മിയുടെ വീട്ടുമുറ്റത്തിട്ട് പ്രതിഷേധിക്കുകയുണ്ടായി. തോൽവിറക് സമരം. തോലും വിറകും ശേഖരിക്കാനുള്ള അവകാശം നിഷേധിച്ചതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന സമരമാണ് തോൽവിറക് സമരം. നൂറുകണക്കിന് സ്ത്രീകൾ ചീമേനി എസ്റ്റേറ്റിലേക്ക് ജാഥ നടത്തി. ഇ.ടി. കാർത്തിയാനി, ചെട്ടിച്ചിപ്പാറു, പാട്ടിയമ്മ എന്നിവരായിരുന്നു ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. സംഗ്രഹം നോക്കിക്കേ. കേരളത്തിൽ അനേകം ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു. ജാതി വ്യവസ്ഥയ്ക്കും വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ അനേകം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നുവന്നു. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയ്യങ്കാളി, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, മക്തിത്തങ്ങൾ, പണ്ഡിറ്റ് കെ.പി. കറുപ്പൻ, വാക് ഭടാനന്ദൻ, വി.ടി. ഭട്ടതിരിപ്പാട് മുതലായവർ കേരളത്തിൽ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.